ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം വൃശ്ചികം രാശിയിൽ വരുന്ന 3 നക്ഷത്ര ജാതകർക്ക് 2025 പുതുവർഷത്തിൽ വരുന്ന പൊതുവായിട്ടുള്ള വർഷഫലങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. പ്രധാനമായിട്ടും വൃശ്ചികം രാശിയിൽ വരുന്നവരുടെ സാമ്പത്തികം, ദാമ്പത്യം, കുടുംബം, ഭാഗ്യദായകങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷഫലങ്ങളെ മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി വിചിന്തനം നടത്തി നിലവിലെ ദശ, അന്തർദശ, അപഹാരം, മറ്റ് ദോഷദായകങ്ങളായിട്ടുള്ള ഗ്രഹസഞ്ചാരം എന്നിവ കൂടി മനസ്സിലാക്കി യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തിയാൽ പ്രതികൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങളെ ഒരു പരിധിവരെ മറികടക്കുവാൻ സാധിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. വൃശ്ചിക രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ജാതകക്കാർക്ക് 2025 പ്രധാനമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഉന്നതി, സൗഭാഗ്യ യോഗം, വാഹനം, ഗൃഹം എന്നിവ ലഭിക്കുവാനുള്ള യോഗം, ദാമ്പത്യപരമായും കുടുംബപരമായിട്ടുമുള്ള ഉന്നതി എന്നിവയാണ് സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും തൃപ്തികരമായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥയായിരിക്കും വൃശ്ചിക രാശിക്കാർക്ക് 2025. കഴിവതും പ്രകൃതിദത്തമായിട്ടുള്ള ആഹാരങ്ങൾ സ്വീകരിക്കുന്നതാകും വളരെ ഉത്തമം. വർഷാരംഭത്തിൽ ജലജന്യമായിട്ടുള്ള രോഗങ്ങളോ അലർജി മുതലായ രോഗങ്ങളോ ചെറുതായൊന്ന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട്. നിലവിൽ ഔഷധ സേവ ചെയ്യുന്നവർക്ക് ആ ഔഷധ സേവ അവസാനിപ്പിക്കാൻ, രോഗാവസ്ഥ മാറി ഔഷധ സേവ അവസാനിപ്പിക്കുന്ന അവസ്ഥയും സംജാതമാകുന്നതാണ്. വൃശ്ചിക രാശിക്കാർ കുടുംബത്തിലോ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ ഇപ്പോൾ സുഹൃത്തുക്കളോ ആയിട്ടുള്ള കാര്യങ്ങളിലോ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വാക്കുകൾ തെറ്റായി ഉപയോഗിക്കുന്നതിലൂടെ ശത്രുതയുണ്ടാകുവാനും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് വർഷാരംഭത്തിൽ. ആയതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം എന്നുള്ളതാണ്. കുടുംബത്തിൽ മംഗളകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതിപ്പോൾ ഗൃഹപ്രവേശനമാകാം, വിവാഹ ബന്ധങ്ങൾക്ക് ഉള്ള ആഘോഷങ്ങളാകാം. ആ രീതിയിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും 2025 ജാതകരെ തേടി വരുന്നതാണ്. വിവാഹബന്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മനസ്സിനിണങ്ങിയ ബന്ധങ്ങൾ ജാതകർക്ക് വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. വൃശ്ചിക രാശിക്കാർക്ക് വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നൊരു സമയമാണ്. ദാമ്പത്യം, കുടുംബം എന്നിവ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. സന്താനങ്ങളെ കൊണ്ടാണെങ്കിൽ സന്തോഷം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾ വഴി സന്തോഷങ്ങൾ വന്നു ചേരുന്നതാണ്. വർഷാരംഭത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് ചെറിയൊരു മന്ദത ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കിടയിൽ ചെറിയൊരു മന്ദത ഉണ്ടാകുമെങ്കിലും മെയ് മാസം കഴിയുന്നതോടെ വളരെ വലുതായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുകയും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് പോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോൾ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ളതോ രസതന്ത്രം ആ രീതിയിൽ നിൽക്കുന്നതോ മെഡിക്കൽ സയൻസ് എന്നീ ഫീൽഡിലൊക്കെ വരുന്നവർക്ക്, എന്നീ ഫീൽഡിൽ പഠിക്കുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വലിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ പഠനത്തിനോടൊപ്പം തൊഴിലും ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നൊരു സമയമാണ്. 2025 പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും
ഗൃഹം അങ്ങനെ പുതിയ ഗൃഹം നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ നിലവിലൊരു ഗൃഹം വാങ്ങിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽപരമായും മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. നിലവിലെ കടബാധ്യതകളൊക്കെ തീർക്കുവാൻ സാധിക്കുകയും വിലപിടിപ്പുള്ള, അതായത് സ്വർണ്ണാഭരണങ്ങൾ പോലുള്ള സാധനങ്ങൾ, വിലപിടിപ്പുള്ള മൂല്യമായ വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വർഷാരംഭത്തിൽ സാമ്പത്തികമായി ചെറിയൊരു പ്രയാസം ഉണ്ടാകും എങ്കിലും മെയ് മാസത്തോടെ സാമ്പത്തികമായിട്ടുള്ള വളരെ വലിയ ഉയർച്ചകൾ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിലവിൽ ജോലി ഉള്ളവർക്കും മറ്റ് മേഖലകളിൽ നിന്ന് ജോലി സാധ്യതകൾ വന്നു ചേരും. 2025 വൃശ്ചിക രാശിക്കാർക്ക് ഒന്നിലധികം മേഖലയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും. കുടിൽ വ്യവസായം പോലുള്ള ചെറുകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തൊഴിലുകൾ നടത്തുന്നവർക്ക് പുരോഗതി ഉണ്ടാവുകയും ഒന്നിലധികം ബ്രാഞ്ചുകൾ ആരംഭിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. തൊഴിൽപരമായിട്ട് നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ വഴി വലിയ രീതിയിലുള്ള പുരോഗതികൾ, അത് തൊഴിൽ മേഖലയിലാണ് ഉണ്ടാകുന്നത്, പുരോഗതികൾ ജാതകർക്ക് വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട്. എടുത്ത് പറയുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് 2025 മെയ് മാസം കഴിയുന്നതോടെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ വരാൻ പോകുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹനം, പ്രണയ സാഫല്യം, വിവാഹം, ജോലി, ഗൃഹം, വിദേശയാത്ര, ദാമ്പത്യം, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും വിജയം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും 2025 എന്ന വർഷം വൃശ്ചിക രാശിക്കാർക്ക്. വൃശ്ചികം രാശിക്കാർ 2025 പ്രധാനമായിട്ടും ചെയ്യേണ്ട കുറച്ച് പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ദേവീക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. കൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുക, യഥാവിധി ഇവിടെ രണ്ടിടത്തും യഥാവിധി വഴിപാട്, അർച്ചന എന്നിവ നടത്തുക. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നവഗ്രഹ പൂജ അല്ലെങ്കിൽ നവഗ്രഹ ഹോമം നടത്തുന്നത് ഉത്തമമായിരിക്കും. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത അർച്ചന നടത്തുക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, യഥാവിധി അർച്ചന കാര്യങ്ങൾ, വഴിപാടുകൾ ചെയ്യുക എന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഈ രീതിയിലായിരിക്കും വൃശ്ചിക രാശിക്കാരായ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് 2025 വരുന്ന പൊതുവായ വർഷഫലങ്ങളും പരിഹാരങ്ങളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.